Algebraic statement, next problem, exercise 4.1, question number 1. Prove that 1 plus 3 plus 3 square plus etc. plus 3 to the power n minus 1 is equal to 3 to the power n minus 1 divided by 2. By using the principle of mathematical induction for all n belongs to n. Okay, so നമുക്ക് ഇവിടെ ഒരു algebraic statement തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? വി ടേക്ക് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആസ് പി ഓഫ് എൻ. ഓക്കെ, സോ ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി എഴുതണം. P of n, what is that statement? 1 plus 3 plus 3 square plus etc. plus 3 to the power n minus 1 is equal to 3 to the power n minus 1 by 2 for every. For every you can use this symbol, okay? n belongs to n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലും ഈ റിസൾട്ട് ട്രൂ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബേസിക് സ്റ്റെപ്പ്. ബേസിക് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന റിസൾട്ട് n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഫോർ n is equal to 1. n is equal to 1 എന്നിൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ n 1 ആണ്. n 1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അർത്ഥം എന്താണ്? n ടേംസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ടേം. 1 plus 3 എടുക്കുകയാണെങ്കിൽ 2 ടേംസ്. 1 plus 3 plus 3 സ്ക്വയറിന് എടുക്കുകയാണെങ്കിൽ 3 ടേംസ്. അങ്ങനെ nth ടേം ആണ് 3 raised to n minus 1. സോ n is equal to 1 എന്ന് കണ്ടാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് either you take only the first term അല്ലെങ്കിൽ nth ടേമിൽ n പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ സ്റ്റേറ്റ്മെന്റ് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം മാത്രം n is equal to 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ നമുക്ക് 1 എന്ന് കിട്ടും. nth ടേമില് n പകരം 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 3 raised to 1 minus 1 എന്ന് വരും. ദാറ്റ് ഈസ് 3 raised to 0. ഏതൊരു നമ്പറിന്റെയും പവർ 0 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന ആൻസർ സെയിം തന്നെയാണ്. സോ ഒന്നുകിൽ n is equal to 1 എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ആൾജിബ്രിക് സീരീസ് ആണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക, അല്ലെങ്കിൽ nth ടേം എടുത്തിട്ട് n-നകത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഫോർ n is equal to 1, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to, ഞാൻ ആ ഫസ്റ്റ് ടേം മാത്രം എടുക്കുന്നു, 1. റൈറ്റ് സൈഡും 1 തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. എന്നാലാണ് ഈ റിസൾട്ട് n is equal to 1 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. സോ റൈറ്റ് സൈഡ് എന്താണ്? 3 raised to n minus 1 by 2 ആണ്. സോ അവിടെ n-ന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കണം. സോ വി ഹാവ് 3 raised to 1 minus 1 by 2. സോ വാട്ട് ഇസ് 3 raised to 1? 3. 3 to the power 1 എന്ന് പറഞ്ഞാൽ 3-നെ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3-നെ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ. സോ 3 minus 1 by 2. What is 3 minus 1? 2. 2 by 2. 2 by 2 is equal to 1. So എന്ത് കിട്ടി? LHS-ഉം 1, RHS-ഉം 1. Therefore LHS equal to RHS. P of n is true for n is equal to 1. ഫസ്റ്റ് നാച്ചുറൽ നമ്പറിൽ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. Now we go to the second step. The second step is called inductive hypothesis. ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പേരൊന്നും കൊടുത്തിട്ടല്ല, പക്ഷെ എപ്പോഴും ആ പേരിങ്ങനെ കൊടുത്ത് എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. ആ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന റിസൾട്ട്
k എന്ന നാച്ചുറൽ നമ്പറിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, we assume or simply write assume, we assume p of n is true for n is equal to k, where k is some natural number. Okay, so that is p of n is equal to k യിലെ റിസൾട്ട് ട്രൂ ആണ്. ദാറ്റ് ഇസ് അതിനെങ്ങനെ പറയാം, എന്നിന് പകരം k കൊടുത്താൽ മതി. p of k is true. ഓക്കെ, സോ p of k എന്താണ്, എന്നിന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വാട്ട് യു ഗെറ്റ് 1 plus 3 plus 3 സ്ക്വയർ. ആ സെയിം സ്റ്റേറ്റ്മെന്റിൽ എന്നിന് പകരം k കൊടുക്കും. പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to k minus 1 is equal to റൈറ്റ് സൈഡിൽ 3 raised to k minus 1 by 2 is true. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിന് ആവശ്യമാണ്. സോ ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. Now the main step, that is inductive step. So in this step we use inductive hypothesis. Okay, by using 1 we shall prove that p of n, the given statement, is true for n is equal to k plus 1. k plus 1 ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അതായത് സ്റ്റേറ്റ്മെന്റിനകത്ത് k പ്ലസ് 1 എഴുതിയാൽ എന്താണോ വരിക അത് നമ്മൾ എഴുതി കാണിക്കും. അതായത് വി നീഡ് ടു പ്രൂവ് 1 plus 3 plus 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to എന്നിന് പകരം k പ്ലസ് 1. k പ്ലസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 raised to k പ്ലസ് 1 മൈനസ് 1 by 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് എവിടുന്ന് തുടങ്ങണം, എവിടെ എത്തണം എന്നുള്ളത് മനസ്സിലാവും. That is, we have to prove. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ എഴുതി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റിൽ എന്നിന് പകരം k പ്ലസ് 1 കൊടുക്കുക, അത്രയേ ഉള്ളൂ. സോ 1 plus 3 plus 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 to the power എന്നിന്റെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുന്നു, മൈനസ് 1 is equal to 3 raised to എന്നിന്റെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക, മൈനസ് 1 by 2. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് എത്തും. ഓക്കെ, സോ വി ടേക്ക് 1 plus 3 plus 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എഴുതുന്ന സമയത്ത് സാധാരണ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ലാസ്റ്റത്തെ ടേം മാത്രമേ എഴുതാറുള്ളൂ. എന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ടേമും കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 3 raised to k plus 1 മൈനസ് 1 ആണ്, എന്നിന് പകരം k plus 1 ഇട്ടു. സോ അതിന് തൊട്ട് മുന്നത്തെ ടേമിൽ k plus 1 പകരം എന്തായിരിക്കും ഉണ്ടാവുക, k ആയിരിക്കും ഉണ്ടാവുക. കെയുടെ തൊട്ടടുത്ത നമ്പർ ആണല്ലോ k plus 1. സോ നമ്മൾ 3 raised to k ബാക്കി മൈനസ് 1 പ്ലസ് ആ ലാസ്റ്റ് നമ്പർ എഴുതും 3 raised to k plus 1 മൈനസ് 1 is equal to. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും k plus 1 മൈനസ് 1 k എന്ന് എഴുതിക്കൂടത്. k എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് n is equal to k plus 1 ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് k plus 1 അങ്ങനെ തന്നെ വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡക്റ്റീവ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ഒരു ഇക്വേഷൻ നമ്പർ 1 അവിടെ മാറ്റി വെച്ചിരുന്നു. സോ ആ ഇക്വേഷൻ നമ്പർ 1ൽ ലെഫ്റ്റ് സൈഡ് എന്താണ്, 1 plus 3 plus 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to k minus 1 ആണ്. അതായത് ആദ്യത്തെ ടേം മുതൽ സെക്കൻഡ് ലാസ്റ്റ് ടേം വരെയുള്ളത് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ടേം മാത്രം എഴുതിയാൽ പോരാ, സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്.
ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ടേംസ്, ഇത്രയും റിസൾട്ടിന് ഇതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 1 + 3 + 3² + എക്സെട്ര + 3⁻k−1 നമ്മളിവിടെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്താണ്? 3⁻k−1/2 ആണെന്ന്. സോ ഇതിന് പകരം നമ്മൾ അത് എഴുതും 3⁻k−1/2. ഇനി അവസാനത്തെ ടേം പ്ലസ് 3⁻. സോ അവിടെ നമ്മൾ k+1 - 1 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 3⁻k എന്ന് മാത്രമാണ് ഉണ്ടാവുക. സോ ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു, ഇവിടെ ഒരു നമ്പർ വന്നു, ഒരു ഹോൾ നമ്പർ വന്നു. സോ നമ്മൾ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും, അതിന്റെ ന്യൂമറേറ്റർ തന്നെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. സാധാരണ LCM ഉപയോഗിച്ച് കാണുന്ന മെത്തേഡ്. ഓക്കെ, പ്ലസ് ഈ ഹോൾ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 × 3⁻k. ഇവിടെ മിക്ക കുട്ടികളും മിസ്റ്റേക്ക് വരുത്താറുണ്ട്. 2 × 3⁻k എന്ന് പറയുമ്പോൾ 6⁻k എന്ന് എഴുതാറുണ്ട്. സോ പ്രത്യേകം ഓർക്കുക, എക്സ്പൊണൻസ് വരുന്ന സമയത്ത് സെയിം ബേസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പൊണൻസുകൾ തമ്മിൽ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ബേസുകളെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറില്ല. ഓക്കെ, സോ 2 × 3⁻2 2 ടൈംസ് 3⁻k എന്നാണ് ഇതിന്റെ അർത്ഥം. സോ ന്യൂമറേറ്ററിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു 3⁻k ഉണ്ട്, 2 ടൈംസ് 3⁻k ഉണ്ട്. സോ 1 3⁻k ആൻഡ് 2 3⁻k. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 3 3⁻k എന്ന് വരും. ഓക്കെ, -1/2. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടിന്റെയും ബേസിസ് ഈക്വൽ ആണ്. സിംപ്ലി 3 എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പൊണന്റ് എന്താണ്? 1 ആണ്. ഓക്കെ, സോ 3 × 3⁻k ഈസ് 3⁻1 × 3⁻k. ഇൻറ്റു എന്നുള്ളിടത്ത് നമ്മൾ ഡോട്ട് ഇടാറുണ്ട്. ഓക്കെ, 3⁻1 × 3⁻k. സോ എക്സ്പൊണൻസ് ആണ്. ലോ ഓഫ് എക്സ്പൊണൻസ് നമ്മൾ പഠിച്ചതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ, ലോ ഓഫ് എക്സ്പൊണൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ബേസ് ക്ലാസ്സിൽ തന്നിട്ടുണ്ട്, ബേസ് ക്ലാസ് കാണും. ഓക്കെ, സോ 3⁻1 × 3⁻k എന്താ വരിക? 3⁻, സെയിം ബേസ് തന്നെ എഴുതാം, എക്സ്പൊണൻസിനെ തമ്മിൽ ആഡ് ചെയ്യാം, 1 + k. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് എഴുതാം. എങ്ങനെ? 3⁻1 + k -1/2. ഇതാണോ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്താണ് നമുക്ക് കിട്ടേണ്ടതെന്ന്. സോ 1 + k നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മതി, k+1 എന്ന്. ഓക്കെ, -1/2. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് സൈഡ് എന്താണോ കിട്ടേണ്ടിയിരുന്നത് അത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് P of n is true for n is equal to k+1. സോ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിൽ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തു n is equal to k യിൽ ട്രൂ ആണെന്ന്, n is equal to k+1 ലും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. Therefore, by principle of mathematical induction, P of n, that is the given statement. Okay, P of n is true. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? For every natural number. For every natural number. അപ്പോൾ ക്വസ്റ്റിനകത്ത് തന്ന അതേ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ നമുക്ക്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് for all n belongs to n എന്നാണ്. സോ for every natural നമ്പറിന് പകരം നമുക്ക് ആ ക്വസ്റ്റിനിലെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ for all n belongs to n എന്ന് എഴുതാം.